കേരളത്തിനകത്തെ ചില സമരങ്ങൾക്കകത്ത് വന്നുകൊണ്ട് ശവപ്പെട്ടിയിൽ ആണിയടിച്ച് മൂക്കിൽ പഞ്ഞു വെച്ച് കിടന്ന ഒരു സംഘടന ASF ഇങ്ങനെ മൂക്കിൽ പഞ്ഞു വെച്ച് പെട്ടിക്കകത്ത് കിടന്ന ASF ഇങ്ങനെ പാമ്പ് മാളത്തിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കും പോലെ ഇങ്ങ് പുറത്തേക്ക് വന്നിട്ട് SFIയെ വിമർശിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. പ്രിയപ്പെട്ട ASFകാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, കാർഷിക സർവകലാശാലക്കകത്ത് വിദ്യാർത്ഥികൾ 3 ഇരട്ടിയും 4 ഇരട്ടിയും ഫീസ് വർധനവ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ ഈ കേരളത്തിനകത്ത് ഒരു സമരം പോലും എടുക്കാൻ, ആ ആസ്ഥാനത്തേക്ക് ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ തയ്യാറാകാത്ത സംഘടനയുടെ പേരാണ് ASF. മാത്രമല്ല, കേരളത്തിലെ മറ്റു വിദ്യാർത്ഥി സംഘടനകൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. KSUവിനെ പോലെ, ABVPയെ പോലെ, MSFനെ പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികളുടെ ഈ തരത്തിലേക്ക് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടെടുക്കുന്ന സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർക്കെതിരെ ഏത് ഘട്ടത്തിലാണ് സമരം ഉയർത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്? ഇതാണ് ഈ കേരളത്തിലെ മറ്റു വിദ്യാർത്ഥി സംഘടനകളുടെ സ്ഥിതി. അപ്പോഴും SFI സമരം ചെയ്യാൻ തയ്യാറാവുകയാണ്. മാസങ്ങളോളം നീണ്ട സമരം SFI എടുക്കുകയാണ്. അപ്പോഴും ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊന്നും അങ്ങനെ അടിച്ചമർത്താൻ കഴിയുന്ന സമരങ്ങളല്ല SFI ഏറ്റെടുക്കുന്നത്. നിങ്ങൾ എത്ര പോലീസിനെ ഉപയോഗിച്ചാലും, എത്ര തന്നെ മർദ്ദിച്ചാലും, എത്ര തന്നെ അറസ്റ്റ് ജയിലിലേക്ക് അടക്കപ്പെട്ടാലും, ഞങ്ങൾ എല്ലാവരും ജയിലടക്കപ്പെട്ടാലും ഈ സമരം തുടരാനുള്ള ശേഷി ഈ സംഘടനയ്ക്കുണ്ട്, SFIക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ ഈ വൈസ് ചാൻസലറുടെ വി അശോകന്റെ വീട്ടിനകത്തേക്ക് കയറാൻ ശേഷിയില്ലാത്ത സംഘടനയൊന്നുമല്ല SFI. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരള സർവകലാശാലയ്ക്കകത്ത് എല്ലാ പരിവാരങ്ങളോടുകൂടിയും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി കേരള സർവകലാശാലയ്ക്ക് അകത്ത് വന്ന വൈസ് ചാൻസലർ, വിദ്യാർത്ഥി വിരുദ്ധ നിലപാടെടുക്കുന്ന സർവകലാശാലകളെ കായ്വൽക്കരിക്കുന്ന ഗവർണർ, ആ ഗവർണറെ തെരുവിൽ തടഞ്ഞു നിർത്തിയ സംഘടനയുടെ പേരാണ് SFI. ആ സംഘടനയ്ക്ക് നിങ്ങളുടെ വീടിനകത്തേക്ക് കയറി അവിടെ കൊടിയുയർത്തണമെന്ന് SFI തീരുമാനിച്ചാൽ അതിനുള്ള കരുത്തും ശേഷിയും ഇന്ന് SFIക്കുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്നിവിടെ സൂചനയുടെ ഭാഗമായി ഇവിടെ വെച്ച് സമരം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഇത് കണ്ടുകൊണ്ട് ഈ സമരം ഇനി വരുന്ന ഘട്ടത്തിൽ വീടിനകത്തേക്ക് കയറാതിരിക്കണമെങ്കിൽ, നിങ്ങളുടെ ഓഫീസിനകത്തേക്ക് ഞങ്ങൾ ഇരച്ചു കയറാതിരിക്കണമെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടായ വിദ്യാർത്ഥികളുടെ ഫീസിന്റെ വർധനവ് ഏറ്റവും അടിയന്തരമായി പിൻവലിക്കാൻ വേണ്ടി തയ്യാറാകണമില്ലെങ്കിൽ SFI എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കരുത്ത്, ശേഷി നിങ്ങൾ ആ സമരത്തോട് അറിയേണ്ടതായി വരും എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഭാഗമായി SFIക്ക് പറയാനുള്ളത്. ഈ സമരം ഞങ്ങൾ ഇവിടെ സൂചനയായി നടത്തുന്ന സമരമാണ്. ഈ സമരത്തിനെ അടിച്ചമർത്താൻ നിങ്ങൾ പോലീസിനെ ഉപയോഗിച്ചാലും ഇനി ഏതു തരത്തിലുള്ള ഫോഴ്സിനെ ഉപയോഗിച്ചാലും അതിനെയെല്ലാം ഭേദിക്കാനുള്ള ശേഷി കേരളത്തിനകത്തെ SFIക്കുണ്ട് എന്ന് കണ്ടുകൊള്ളണം. അത് കണ്ടുകൊണ്ട് ഈ സമരത്തിന് അത്ര ശേഷി കണ്ടുകൊണ്ട് നിങ്ങൾ കാണേണ്ടത്, ഈ പറയുന്ന ഫീസ് വർധനവ് ഏറ്റവും അടിയന്തരമായി ഫീസ് വർധനവ് പിൻവലിക്കണം എന്നുള്ളതാണ് SFIയുടെ ആവശ്യം. അത് അംഗീകരിക്കാൻ വേണ്ടി വൈസ് ചാൻസലർ തയ്യാറായില്ലെങ്കിൽ തെരുവിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത നിലയിൽ SFI കേരളത്തിൽ തെരുവോരങ്ങൾക്കകത്ത് സംഘടിക്കാൻ വേണ്ടി തയ്യാറാകും, തടയാൻ വേണ്ടി തയ്യാറാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്